ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. ബീട്രൂട്ട് കുക്കാവുന്നതിനുള്ള വെള്ളം നോക്കി ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർക്കുക. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ബാക്കി നോക്കിയിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം. ഇതൊരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 2 കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുക. ഇത് അരയ്ക്കുന്നതിനാവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇവിടെ ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ആവശ്യത്തിന് വലിഞ്ഞ് കഷ്ണങ്ങളെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങ മിക്സ് ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ തേങ്ങയുടെ പച്ചമണമെല്ലാം മാറി തേങ്ങ ഒന്ന് കുക്കാവുന്നതിനുള്ള സമയം ഒന്ന് മൂടി വെക്കുക. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ആ തേങ്ങയുടെ പച്ചമണമെല്ലാം മാറി തേങ്ങ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വലിഞ്ഞ് ഈ ഒരു സ്റ്റേജിലാണ് ബീറ്റ്റൂട്ട് ഉള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് അത്യാവശ്യത്തിന് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചത് കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിക്ക്. കാരണം ഇലയിൽ വിളമ്പുമ്പോൾ അത് ഒലിച്ചു പോകാൻ പാടില്ല. ഇലയിൽ തങ്ങി നിൽക്കുന്ന വിധത്തിൽ ഈ കൺസിസ്റ്റൻസി നോക്കി വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കി വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് താളിച്ചു കൊടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിനകത്തേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ഇതിനകത്തേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ബീറ്റ്റൂട്ടിലേക്ക് താളിച്ച് ചേർക്കുക. ഓണത്തിൻ്റെ വിഭവങ്ങൾ എല്ലാം ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി എല്ലാ ഓണ വിഭവങ്ങളും പരീക്ഷിച്ച് നോക്കുക. പിന്നെ ബീറ്റ്റൂട്ട് എടുക്കുന്ന അളവിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാനൊരു വലിയ ബീറ്റ്റൂട്ട് ആയതുകൊണ്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തത്. അതിൽ കൂടുതൽ അളവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിച്ചേർക്കുക. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ